ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നല്ലവനുമായ സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ വലിയ സ്നേഹം ഞങ്ങളിൽ ധാരാളമായി വർഷിക്കണമേ. അങ്ങയുടെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുവാനും അത് തിരിച്ചറിഞ്ഞ് അങ്ങയോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്നത്തെ വചന ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറിവും ജ്ഞാനവും ബുദ്ധിയും ബോധവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വചനം അമ്മ സംഗ്രഹിച്ചതുപോലെ ഈ നാളുകളിലും ഞങ്ങൾ കേൾക്കുന്ന കർത്താവിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് സമൂഹത്തിന് ഗുണമാകുന്ന രീതിയിൽ സഭയ്ക്കും ദൈവത്തിനും ഒക്കെ ഗുണപ്പെടുന്ന രീതിയിൽ കർത്താവെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. സകലവും ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കെട്ടുത്തരം തരുമാറാകണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട ദൈവവചനം റോമാലേഖനമാണ്. പൗലോസ്ലീഹ റോമക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാനും ധരിക്കുകയാണ്. തുടങ്ങുന്നത് ഇങ്ങനെ: സത്യത്തെ അനീതി കൊണ്ട് മറച്ചു കളയുന്ന മനുഷ്യരുടെ സകല അനീതിക്കും ദുഷ്ടതയ്ക്കുമെതിരായി ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. സത്യത്തെ അനീതി കൊണ്ട് മറച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു നുണയെ 10 പ്രാവശ്യം സത്യമാണെന്ന് പറഞ്ഞാൽ അത് സത്യമായി ധരിക്കുമെന്നാണ് ആളുകൾ പറഞ്ഞു കേൾക്കാറുള്ളത്. അങ്ങനെ എത്ര വ്യാജ നുണകൾ ഈ സമൂഹത്തിൽ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുന്നൊരു കാര്യമാണ്. സത്യത്തിനൊന്നൊരു വിലയില്ല, അതുകൊണ്ട് തന്നെ നീതിക്ക് വിലയില്ല. അനീതി ചെയ്യുന്നവരെയാണ് ഇന്നും കൂടുതലായിട്ട് പുകഴ്ത്തുന്നത്. അനീതിയുടെ മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്നവരെയൊക്കെ നമ്മൾ സത്യത്തിൽ നല്ലവരാക്കുകയാണ്. പലപ്പോഴും നമ്മൾ പറയുന്നത് എങ്ങനെ ആയാലെന്താ, മനുഷ്യർക്ക് ഉപകാരമുണ്ടല്ലോ എന്ന് പറയുന്നു. സത്യം ഒരു വശത്ത് മൂടി വെക്കപ്പെട്ട് സത്യത്തെ തമസ്കരിച്ച് സത്യത്തെ ഇല്ലാതെയാക്കി അനീതി മാത്രം പ്രവർത്തിച്ച് സമൂഹത്തിൽ സമ്പത്തും സ്ഥാനമാനങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ സമൂഹം കൊടുക്കുന്നൊരു വിലയാണ് എങ്ങനെ ആയാലെന്താ, സമൂഹത്തിന് ഗുണം ചെയ്യുന്നില്ല. അപ്പോൾ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അസത്യം സത്യമായി, അനീതി നീതിയായി. അപ്പം മനുഷ്യൻ്റെ ഒരു വിചാരമാണ് അവൻ്റെ ജീവിതത്തിൽ ഏത് അനീതിയെയും നീതിയാക്കി മാറ്റാമെന്നുള്ള അവൻ്റെ വിചാരം. അല്ലെങ്കിൽ സാത്താൻ അവനെ അങ്ങനെ പഠിപ്പിക്കുന്നു, പ്രലോഭിപ്പിക്കുന്നു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവത്തിൻ്റെ കോപം സത്യത്തെ അനീതി കൊണ്ട് മറച്ചു കളയുന്ന മനുഷ്യരുടെ സകല അനീതിക്കും ദുഷ്ടതയ്ക്കുമെതിരായി ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്നും വെളിപ്പെടുന്നു. അതിൻ്റെ കാരണം പറയുന്നതാണ്, ദൈവത്തെക്കുറിച്ച് അറിയേണ്ടവ അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തുമെന്ന് യേശു കൽപ്പിച്ചിട്ടുണ്ട്. യേശു തന്നെ പറഞ്ഞു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നയാളാണെന്ന് പറയുന്നത്. പീലാത്തോസിൻ്റെ മുമ്പിൽ യേശു നിൽക്കുമ്പോൾ നീ ഇസ്രായേലിൻ്റെ രാജാവാണോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന മറുപടി ഞാൻ സത്യത്തിൻ്റെ രാജാവാണെന്നാണ്. പീലാത്തോസ് ചോദിക്കുന്നത് എന്താ പറയുക, നീ സത്യം എന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. പീലാത്തോസിൻ്റെ ആ ചോദ്യം ഒരു ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ടതാണ്. ഒരു ഭരണാധികാരി ആയിരുന്നിട്ട് പോലും അയാൾക്ക് അതിൻ്റെ പൂർണ്ണമായ സത്യം അറിയില്ല. അപ്പോൾ സത്യത്തിന് വേണ്ടി ഒരു രാജാവുണ്ടെന്ന് കേട്ടപ്പോൾ
ആ രാജാവിൻ്റെ സത്യം എന്താണ്, ആ രാജാവ് എങ്ങനെയാണ് ആ സത്യത്തെ ഭരിക്കുന്നതെന്നുള്ള അർത്ഥത്തിലായിരിക്കാം അദ്ദേഹത്തിൻ്റെ ചോദ്യം. സത്യമെന്നാൽ എന്താണ്? ഒരു കോടതിയാണ് ചോദിക്കുന്നതെന്ന് വിചാരിക്കണം നമ്മൾ. ഒരു കോടതിയാണ്, പീലാത്തോസിൻ്റെ കോടതിയാണ് ചോദിക്കുന്നത്. പ്രതിയാക്കപ്പെട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്ന ആളോട് നീ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ നീ ഇസ്രായേലിലെ രാജാവാണെന്ന് പറയുന്നില്ലേ, നീ അങ്ങനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ സത്യത്തിൻ്റെ രാജാവാണ്. ഇസ്രായേലിൽ സത്യമുണ്ടെങ്കിൽ ഞാൻ സത്യത്തിൻ്റെ രാജാവ്. എവിടെ സത്യമുണ്ടോ ആ സത്യത്തെ അന്വേഷിക്കുന്നവരെയും ആ സത്യം പ്രവർത്തിക്കുന്നവരെയും ഭരിക്കുന്നവൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായോ? സത്യം എവിടെ പറയണോ, സത്യം എവിടെ നടപ്പാകുന്നോ അവിടെ ഭരിക്കുന്നവൻ. ഭരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് നുണ പറയണമെന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ അത് മാറിയിട്ട് സത്യം പറയണമെന്നുള്ള ചിന്ത തരികയും ഞാൻ ആ സത്യം പറയും, സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ എന്നെ ഭരിക്കുന്നത് യേശു ആകുന്ന രാജാവാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അത് അവർക്ക് മുന്നേ വെളിപ്പെട്ടിട്ടുണ്ടല്ലോ, മുൻകാലത്ത് വെളിപ്പെട്ടു. അപ്പോൾ യേശുവിൻ്റെ പ്രായം എത്രയായിരിക്കും? മുൻപേ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പ്രായം നമ്മളൊക്കെ ധരിച്ചു വെച്ചേക്കണ പ്രായം എത്രയാണ്? 33. ആ, ചിലർ 33 പറയും. 33. ശരിക്കും യേശുവിൻ്റെ പ്രായം അതല്ല. സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും. ഇപ്പോൾ എത്ര വയസ്സായി? പിതാവിനോടൊപ്പം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു, മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാനായി വീണ്ടും വരുന്നു. അപ്പോൾ എത്ര വയസ്സാവും? 33 ലോകത്തിന് ദൈവം എന്ന് പ്രത്യക്ഷപ്പെട്ടോ അന്നു മുതൽ സത്യം എന്താണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സത്യം അന്നു മുതൽ വെളിപ്പെട്ടിട്ടും ഈ സത്യം തിരിച്ചറിയാതെ, ഈ സത്യം ജീവിക്കാതെ, ഈ സത്യത്തെ അനീതി കൊണ്ട് മറച്ചു കളയുന്ന ദുഷ്ടൻ്റെ ആലോചനയിൽ ഭൂമി നശിച്ചു, ലോകം നശിച്ചു. അപ്പോൾ ദൈവം മനുഷ്യനായി. സത്യം എങ്ങനെ പ്രവർത്തിക്കണം, സത്യത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യന് മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടി ദൈവം മനുഷ്യനായി. ഇപ്പോൾ ചിലർ പറയും സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയതാണ്, ബലഹീനത കൊണ്ട് അങ്ങനെ പറ്റിപ്പോയതാണ്. ഇപ്പോൾ പൗലോസ്ലീഹ പറയുന്നൊരു വചനമുണ്ട്, പാപമൊഴികെ സകല കാര്യങ്ങളിലും നമ്മുടെ ബലഹീനതയ്ക്ക് തക്ക തുണ നിൽക്കാൻ അവൻ സകല ബലഹീനതകളിലും ആയിത്തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പിന്നെ ഇനി മനുഷ്യന് അവൻ തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവൻ അസത്യം പറയുന്നത് സാഹചര്യങ്ങൾ കൊണ്ടാണെന്നോ അല്ലെങ്കിൽ ആളെ പേടിച്ചിട്ടാണോ ഇയാളെ പേടിച്ചിട്ടാണെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? പാപം ഒഴികെ ബാക്കി സകല കാര്യങ്ങളും മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് അവൻ്റെ ജീവിതത്തിൽ അവൻ എല്ലാം അനുഭവിച്ചു. എല്ലാം അനുഭവിക്കുമ്പോഴും അവൻ എന്ന് മാത്രം പറഞ്ഞു? ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, സത്യം. സത്യമേ അവൻ പറയൂ. നിങ്ങളുടെ നാവ് ഇല്ല ഇല്ല എന്നും ഉവ്വ് ഉവ്വ് എന്നായിരിക്കട്ടെ എന്ന് യേശു നമ്മളോട് കൽപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് സത്യത്തെ മറച്ചു വച്ചിട്ട് അനീതിക്ക് കൂട്ടുനിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സകല മനുഷ്യരുടെയും ദുഷ്ടതയ്ക്കെതിരായി ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ വെളിപ്പെട്ട രഹസ്യം, ആ വെളിപ്പെട്ട സത്യം യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ സ്നാനപ്പെട്ട് വിശ്വാസം ഏറ്റുപറഞ്ഞ് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനി അസത്യവാദികളോടുകൂടെ കൂടുകയോ സത്യത്തെ ത്യജിക്കുകയോ
സത്യത്തിനെതിരായി പ്രവർത്തിക്കുകയോ ചെയ്താൽ അവൻ്റെ മേൽ കോപം വന്നു കഴിഞ്ഞു. കാരണം എന്താ? കാരണം എന്തായിരിക്കും കോപം വരാൻ കാരണം? ഒരു ക്രിസ്ത്യാനിക്ക് വെളിപ്പെട്ടതുപോലെ വേറെ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ പ്രതീകമാണ്, യേശുക്രിസ്തുവിൻ്റെ എന്താ പറയുന്നത് അടയാളങ്ങളാണ് ഓരോ ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് അതിന് സാക്ഷികളെന്ന് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ സാക്ഷികൾ. ഒരാൾ സുവിശേഷം പറയുന്ന കൂട്ടത്തിൽ അയാളുടെ അനുഭവം പറയുമ്പോൾ അതിന് സാക്ഷ്യം പറയാമെന്ന് പറയും. അപ്പോൾ സത്യത്തിൻ്റെ സാക്ഷികൾ, യേശുക്രിസ്തുവിൻ്റെ അനുയായികൾ. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ എന്തൊക്കെയാണ് ചെയ്തത്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഈ 33.5 വയസ്സ് വരെ ജീവിച്ചിരുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? അതിൽ പ്രത്യേകമായിട്ട് 30-ാമത്തെ വയസ്സിൽ യേശു ദൈവിക ശുശ്രൂഷയിൽ പരസ്യമായിട്ട് ഇറങ്ങിയ ആ 3.5 കൊല്ലം യേശു എന്തൊക്കെ ചെയ്തേ? അറിയോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്തതെന്ന്? യേശു ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് പ്രസംഗിച്ചു. അത് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? യേശു ക്രിസ്തു പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? വചനം പ്രസംഗിച്ചു. ശ്രദ്ധയ്ക്കുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണ്ടോ? യേശു വചനം പ്രസംഗിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. വചനം സത്യമാണ്, വചനം ജീവനാണ്, വചനം ആത്മാവാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ തിരിച്ചറിയുന്നതാണ്. ആ വചനത്താൽ പരിശോധന ചെയ്യപ്പെടുന്നവൻ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ആ വചനം എന്തുണ്ടായിരുന്നു? ആ വചനം ആദിയിലുണ്ടായിരുന്നു. പ്രവാചകന്മാർ വഴി, ന്യായാധിപന്മാർ വഴി, രാജാക്കന്മാർ വഴി എല്ലാം ഇങ്ങനെ അങ്ങ് പോകുന്നു വചനം. അന്ത്യകാലത്ത് യേശു ക്രിസ്തുവിലൂടെ വചനം സത്യം പൂർണ്ണമായി. അപ്പോൾ വചനം ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു സഭയിലാണ് നമ്മളെല്ലാവരും. സഭയിലാണ് എന്ത് ചെയ്യുന്നത്? വചനം പ്രസംഗിക്കുന്നത്, നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഒരു മാമോദീസം മുങ്ങിയ ക്രിസ്ത്യാനി അവൻ സഭയിലായിരിക്കുമ്പോൾ അവൻ ഈ വചനം കേൾക്കുന്നിടത്തോളം കാലം അവൻ സത്യത്തിൻ്റെ സാക്ഷിയാകേണ്ടവനാണ്. സത്യത്തെ മൂടി വച്ചിട്ട് അനീതിക്ക് കൂട്ടുനിന്നാൽ അവൻ്റെ മേൽ എന്തു വരുന്നു? ദൈവകോപം വരുന്നു. കാരണം അവനെ ഇന്നും പ്രബോധനത്തിലും ശാസനത്തിലും ശിക്ഷണത്തിലും വചനം മുന്നോട്ട് നയിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ സഭയാണ് നമ്മൾ. യേശുക്രിസ്തു ശിരസ്സാണ്. സഭ അപ്പോസ്തലന്മാരുടെ കാലത്ത് പെന്തക്കോസ്ത് നാളിൽ, നമ്മൾ ഈ നോമ്പ് കഴിഞ്ഞു, ഇനി 40-ാം ദിവസം സ്വർഗാരോഹണത്തിൻ്റെ ഓർമ്മ, അത് കഴിഞ്ഞാൽ 10 ദിവസം കാത്തിരിപ്പ്, 50-ാമത്തെ ദിവസം പെന്തക്കോസ്താ ദിനം. ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു അവർ സഭയായി മാറിയ ദിവസം, അവർ കൂട്ടമായി തീർന്ന ദിവസം, അവരിൽ ഐക്യമുണ്ടായ ദിവസം, പത്രോസ് മറ്റ് 11 അപ്പോസ്തലന്മാരും കൂടി ചേർന്ന് നിന്ന് പ്രസംഗിച്ച ദിവസം, സഭയായി തീർന്ന ദിവസം. അങ്ങനെ സഭയായി. സഭ യേശുക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ്. യേശുക്രിസ്തു സഭയുടെ ശിരസ്സാണ്. നമ്മൾ ഓരോരുത്തരും സഭയിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നു, കണ്ണിന് കൈയുടെ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ? കാലിന് കൈയുടെ ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ? പരസ്പരം അവയവങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചതുപോലെ സഭയിൽ ഓരോ ശുശ്രൂഷകരെയും ദൈവം പുത്രനിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സത്യത്തെ സഭയിൽ ദൈവം ഉയർത്തി.
സത്യത്തിൽ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു. ഈ വിവാഹ കൂദാശയിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ട്. സഭയാം തിരുസഭയാമീ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി, പാവന സഭ ചൊന്നിടുന്നു എൻ പ്രിയനേവൻ ഞാൻ ധന്യാം. മനസ്സിലായോ? സഭയാം തിരുസഭയാം ഞാൻ ചൊല്ലുകയാണ്, ഞാൻ അത്യുന്നതൻ്റെ മണവാട്ടിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. പാവനസഭ ചൊല്ലുന്നു എൻ പ്രിയനേവൻ. എൻ്റെ പ്രിയൻ ആരാണോ ഞാൻ ധന്യാണ്. എൻ്റെ പ്രിയൻ ആരാണ്? എൻ്റെ പ്രിയൻ സത്യത്തിന് സാക്ഷ്യം നിൽക്കുന്നവൻ, സത്യത്തിൻ്റെ രാജാവ്, സത്യത്തെ ഭരിക്കുന്നവൻ. അതുകൊണ്ട് എൻ്റെ പ്രിയൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവനും സത്യത്തെ ഭരിക്കുന്നവനുമാകിയാൽ അവൻ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ മണവാളൻ എനിക്ക് പ്രിയനാണ്. അതുകൊണ്ട് ഞാൻ ധന്യയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നുണ, അനീതി ക്രൈസ്തവ സഭയിൽ പാടില്ല. ക്രൈസ്തവരായ മക്കളിൽ നുണ, അനീതി പാടില്ല. സത്യമേ പറയൂ, സത്യമേ ബോധിപ്പിക്കാം. കോടതി ചെന്നാലും അങ്ങനെയല്ലേ പറയണേ, പുസ്തകത്തെ തൊട്ടിട്ട് സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതുകൊണ്ട് ശിക്ഷാവധി വരും. ഇനി വചനം കൊണ്ട് തീർന്നോ സത്യത്തിന് സാക്ഷ്യം നിൽക്കാൻ? യേശുക്രിസ്തു തൻ്റെ മൗതിക ശരീരം, യേശുക്രിസ്തുവിൻ്റെ തിരുശരീരം നമുക്ക് നൽകി. ഓരോ വിശുദ്ധ കുർബാന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നതാണ്. ആ കുർബാന അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു നമ്മളിലാകുന്നു, നാം ക്രിസ്തുവിലാകുന്നു. അപ്പോൾ നാം അനീതിയോ നുണയോ വഞ്ചനയോ ചെയ്യുമ്പോൾ ക്രിസ്തു വഞ്ചിതനാകുന്നു. ക്രിസ്തുവിനെക്കുറിച്ച് ഒരു ക്രിസ്ത്യാനി തിന്മ പ്രവർത്തിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനി തിന്മ പറയുമ്പോൾ, ഒരു ക്രിസ്ത്യാനി അനീതി ചെയ്യുമ്പോൾ, ഒരു ക്രിസ്ത്യാനി സത്യം നിഷേധിക്കുമ്പോൾ ക്രിസ്തു തമസ്കരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ക്രിസ്തു മോശക്കാരനായി മാറുന്നു. അത് മാറാതിരിക്കാൻ വേണ്ടി ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും നമ്മളിൽ നിക്ഷേപിച്ചു. അത് ഇന്നുവരെയും തുടർന്നു വരുന്നു. നിന്നുപോയൊരു കാര്യമാണോ? എന്നോ? ലോകാവസാനം വരെയും തുടർന്നുകൊണ്ടിരിക്കും. യേശു ക്രിസ്തു വരുന്നത് വരെയും തുടരുമെന്നാണ്. അപ്പോൾ സഭയാണത്, സഭയ്ക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, സഭയാണത് ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയിലെ മക്കളായ നാം ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയുടെ ഓരോ അവയവങ്ങളാകയാൽ നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് സഭ സത്യമാകുന്നത്. അല്ലെങ്കിൽ സഭ സത്യമാകുന്നില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കോപം വരുന്നത്. കാരണം ദൈവത്തിൻ്റെ സഭ സത്യമുള്ളതായിരിക്കണം. മണവാളനോട് സത്യം പറയുന്നവളാണ് ഉത്തമ മണവാട്ടി. മണവാട്ടിയെ ജീവന് തുല്യം സ്നേഹിക്കുന്നവനാണ് ഉത്തമ മണവാളൻ. അപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന് സത്യത്തിൻ്റെ സാക്ഷ്യം നിൽക്കുന്നതിന് വേണ്ടി സത്യത്തിൻ്റെ ഭരണാധിപനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ അനുസ്യൂതം ലോകത്തെമ്പാടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും പുതിയ പുതിയ സ്ഥാനാർത്ഥികളുണ്ടാകുന്നു, പുതിയ സാക്ഷികളുണ്ടാകുന്നു. ആദ്യ നൂറ്റാണ്ടിൽ പ്രവർത്തിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇന്നും നടക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വചനം ഇന്നും ജീവിക്കുന്നു. രണ്ട്, എല്ലാവരും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ച നീതിബോധത്തോടു കൂടി ജീവിക്കാൻ പ്രാപ്തരാകുന്നു. മൂന്നാമത് സഭ ചെയ്യുന്ന പ്രവൃത്തി എന്താ? മണവാളൻ ചെയ്ത പ്രവൃത്തി ഇന്നും മണവാട്ടിയാകുന്ന സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മണവാളനാകുന്ന ശിരസ് പ്രവർത്തിച്ച പ്രവൃത്തി വചനം.
പാപത്തിൽ നിന്ന് പൂർണ്ണമോചനം കിട്ടാനും വിശുദ്ധരാകാനും യേശു ചെയ്ത പ്രവൃത്തി, മണവാളൻ ചെയ്ത, തലയാകുന്ന ക്രിസ്തു ചെയ്ത പ്രവൃത്തി, വചനപ്രഘോഷണം ഇന്ന് വരെയും നടക്കുന്നു. രണ്ടാമത് വിശുദ്ധ കുർബാന സഭയിൽ ഇന്ന് വരെയും ക്രിസ്തു വരുവോളം നടക്കുന്നു. മൂന്നാമത്തെ കാര്യം യേശു ഭൂമി ചെയ്തെന്താ? മൂന്നാമത്തെ കാര്യം യേശു ഭൂമിയിൽ ചെയ്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ. തൻ്റെ കൺമുമ്പിൽ കാണുന്ന അവഗണിക്കപ്പെട്ടവരെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും പക്ഷത്ത് ചേർത്തു, തൻ്റെ കൂട്ടത്തിൽ ചേർത്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് യേശു പറഞ്ഞു, ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ കാരുണ്യ പ്രവൃത്തിയാണ് നിൻ്റെ ന്യായവിധി ദിവസത്തെ നിൻ്റെ ചോദ്യമായിട്ട് വരുന്നത്. നിൻ്റെ നന്മയും തിന്മയും തിരിക്കുന്ന ന്യായവിധി വാചകം ഈ കാരുണ്യ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ വാക്യങ്ങളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഈ കാരുണ്യ പ്രവൃത്തിക്ക് അത്രമാത്രം പ്രാധാന്യം യേശു നൽകി. സഭ ഇന്ന് വരെയും മുന്നോട്ടും എന്തു ചെയ്തു വരുന്നു? കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നു. എന്നോട് ചില ആളുകൾ ഇവിടെ വരുമ്പോൾ ചോദിക്കാറുണ്ട്, സഭയിൽ നിന്ന് വല്ല സഹായം കിട്ടാറുണ്ടോ എന്ന്. അപ്പം ഞാൻ അവരോട് തിരിച്ച് സ്നേഹത്തോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സഭ എന്നെ സഹായിക്കുകയാണോ വേണ്ടത്, അത് ഞാൻ സഭയെ സഹായിക്കുകയാണോ വേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് സഭ ആരാന്ന് ചോദിക്കും ഞാൻ. സഹോദരൻ, ഞാനും നിങ്ങളും അടങ്ങുന്നതല്ലേ സഭ? മനസ്സിലായില്ല പറഞ്ഞു. ഞാനും നിങ്ങളും അടങ്ങുന്നതാണ് സഭ. എൻ്റെ അമ്മ എനിക്ക് എന്തെങ്കിലും തരാറുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ തന്നതല്ലേ എല്ലാം. അമ്മ കഴിച്ച പോഷകാഹാരങ്ങളല്ലേ സത്യത്തിൽ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ ഒരു കുഞ്ഞായിട്ട് ഞാനിവിടെ ആരോഗ്യത്തോടെ പിറന്നു വീണത്. അമ്മ എന്നും എനിക്ക് തന്നുകൊണ്ടിരിക്കണമെന്ന് പറയുന്നത് ന്യായമായ കാര്യമാണോ? ആർക്കും മിണ്ടാൻ അറിഞ്ഞുകൂടാ. ഞാൻ സ്നേഹത്തോടെ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, സഭ എന്തെങ്കിലും തരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത്, സഭ എനിക്ക് തരാനുള്ളതെല്ലാം തന്നു കഴിഞ്ഞു. ഇനി ഞാൻ തിരിച്ച് സഭയ്ക്ക് എന്തു കൊടുക്കുന്നു? ഞാൻ ഈ സഭയിൽ അംഗമെന്നുള്ള നിലയ്ക്ക് ഈ സഭാമാതാവിന് എന്നിൽ നിന്ന് ഞാൻ എന്തു കൊടുക്കുന്നു? ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പിന്നെ ആൾക്ക് ചോദ്യമില്ല, പിന്നെ മറുപടിയൊന്നുമില്ല. ആ ചോദിച്ച ചോദ്യകർത്താവിന് സഭയെക്കുറിച്ചൊന്നും അറിയില്ല. എനിക്കെല്ലാം അറിയാമെന്നുള്ള അതിൻ്റെ അർത്ഥം. എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സഭ എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ നാം സഭയ്ക്ക് എന്തു ചെയ്തു എന്നാണ്. സഭ എനിക്ക് തരാനുള്ളതെല്ലാം തന്നു. എനിക്ക് കൂദാശകളിലൂടെ ജീവൻ വെപ്പിച്ചു, മാമോദിസ തന്നു, കുർബാന തന്നു, സൈര്യലേപനം തന്നു, കുമ്പസാരം തന്നു. എന്നെ വിശുദ്ധനാക്കാനുള്ള കൂദാശകളെല്ലാം തന്നു. ഞാൻ കുമ്പസാരിച്ച് എൻ്റെ പാപമേറ്റ് പറയുമ്പോൾ ഞാൻ വിശുദ്ധനായി. സഭ തന്നതാണ് എനിക്ക്. സഭയിൽ അതുണ്ടല്ലോ, ഇല്ലെങ്കിൽ കിട്ടുമായിരുന്നോ? ചോദ്യകർത്താവ് ഈ ശുശ്രൂഷ ചെയ്യാൻ സഭയിൽ നിന്ന് പണം തരുമെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? ചോദ്യകർത്താവ് ഈ ശുശ്രൂഷ നടത്താൻ പണം തരുമോ എന്നാണ് ചോദ്യം. എൻ്റെ ചോദ്യം തിരിച്ചുള്ള ചോദ്യമാണ്. നിന്നെ ആത്മീയമായി വളരാനും ആത്മീയമായി വളർത്താനും നിനക്ക് സഭ എന്തെല്ലാം തന്നു? സഭ എന്തെല്ലാം നിനക്ക് തന്നു? നീ അതിന് പകരം തിരിച്ചെന്തു കൊടുക്കുന്നു? ഞാൻ പറയുന്നു, ഞാൻ തിരിച്ച് സഭയ്ക്ക് കൊടുക്കുന്നു. ഞാൻ തിരിച്ച് എൻ്റെ സഭാമാതാവ്, എൻ്റെ അമ്മയ്ക്ക് ഞാൻ തിരിച്ചു കൊടുക്കുന്നു. എന്ത്? സത്യസന്ധമായ ജീവിതം, ആത്മാർത്ഥതയുള്ള പ്രവർത്തനം, യേശുക്രിസ്തു ഭൂമിയിൽ ചെയ്ത കാര്യങ്ങൾ, വചനം പ്രസംഗിക്കുന്നു, പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, യേശുക്രിസ്തു എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ അവയവങ്ങളിലുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഞാൻ സഭ എനിക്ക് എന്ത് തന്നു എന്നുള്ളതല്ല, സഭ എനിക്ക് തന്നതെല്ലാം ഞാൻ സ്വാംശീകരിച്ച്, ഞാൻ സ്വീകരിച്ചിട്ട്
ഞാൻ തിരിച്ച് സഭയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ തിരിച്ച് സഭയ്ക്ക് കൊടുക്കുന്നവൻ ക്രിസ്തുവിന് കൊടുക്കുന്നു. സ്വീകരിക്കുന്ന ആരാ? സഭ സ്വീകരിക്കുമ്പോൾ ഉടല് സഭ, തല കർത്താവ്. അപ്പോൾ ഉടലും തലയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ശരീരം എവിടെയെങ്കിലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, കണ്ടാണ് ഒരാൾ വെട്ടിക്കൊന്നു, കഴുത്ത് തെറിച്ചു പോയി, പിന്നെ ആ ഉടലിന് വല്ല ബന്ധമുണ്ടോ? ഉണ്ടോ? പിന്നെ ജീവനുണ്ടോ? ഇല്ല. അപ്പോൾ ശിരസില്ലാത്ത ഉടലിന് ജീവനില്ലാത്ത പോലെ, പ്രവർത്തിക്കാൻ കഴിയാത്ത പോലെ ശിരസ്സുള്ള ഉടൽ, അതാണ് മാതാവ് സഭ. യേശുക്രിസ്തു തലയാകുന്ന ഉടൽ, യേശുക്രിസ്തു തലയാകുന്ന ശരീരം. അപ്പോൾ ഓരോ പ്രവർത്തനങ്ങളും ക്രിസ്തുവിൽ നിന്നാണ്, ക്രിസ്തുവിലാണ്, ക്രിസ്തുവിനോട് കൂടെയാണ്. ക്രിസ്തുവിൽ നിന്നും ക്രിസ്തുവിനോട് കൂടെയും ക്രിസ്തുവിലാണെങ്കിൽ പിന്നെ സത്യത്തിനെതിരല്ല, സത്യത്തിന് സാക്ഷിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവകോപം എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ പ്രതീകങ്ങളിലൂടെ, ഈ അടയാളങ്ങളിലൂടെ സത്യം എന്നും സാക്ഷിയായി നിൽക്കുകയാണ്. സഭയ്ക്കകത്ത് യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ, യേശുക്രിസ്തു തുടങ്ങിയ പ്രവർത്തനങ്ങൾ, അനാദിയിൽ തുടങ്ങി വെച്ച കാര്യങ്ങൾ, ഇനി വരാനിരിക്കുന്നത് വരെയും തുടരേണ്ട കാര്യങ്ങൾ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സാക്ഷ്യം, ഇതാണ് വെളിപ്പെട്ടിരിക്കുന്നു പറയുന്ന സത്യം. അല്ലാതെ ഇനി ഞാൻ സത്യം എങ്ങനെ ജീവിക്കണമെന്ന് വെളിപ്പെടുകയല്ല. അല്ലെങ്കിൽ പീലാത്തോസ് ചോദിച്ചാൽ സത്യം എന്നാൽ എന്തെന്നല്ല, സത്യത്തെ കണ്ടു കഴിഞ്ഞു, സത്യത്തെ അനുഭവിച്ചു കഴിഞ്ഞു, ഇനി സത്യത്തിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. സത്യമാണ് ഭരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഓർക്കുക, സത്യത്തെ അനീതി കൊണ്ട് ആര് തളച്ചിട്ടാലും അങ്ങനെയുള്ള സകല മനുഷ്യരുടെയും അനീതിയുടെ മേൽ ദൈവകോപം വരും. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ മേൽ ഇരട്ടി വരും. കാരണം എന്താണ്? 19-ാമത്തെ വാക്യം പറയുന്നത്, ദൈവത്തെക്കുറിച്ച് അറിയേണ്ടവ അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു, ദൈവം അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. അവസാനിപ്പിക്കാം. ദൈവം അവർക്കത് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. വെളിപ്പെടുത്തി കൊടുത്ത കാര്യം അപ്പം നിങ്ങളോട് സംസാരിക്കപ്പെട്ടത്. എങ്ങനെയാണ് വെളിപ്പെട്ട് കിട്ടിയെന്നാണ്. അതുകൊണ്ട് ജീവിതത്തിലൊരിക്കലും ഒരു കുഞ്ഞു നുണ പോലും പറയാൻ ആഗ്രഹിക്കരുത്. സത്യത്തെ ഒരു നുണ നമ്മൾ പറഞ്ഞു, കുറച്ച് നാൾ കഴിയുമ്പോഴാണത് നുണയായിരുന്നു എന്ന് മനസ്സിലാകുന്നു കിട്ടുക. അപ്പോഴത്തേക്ക് ആ സത്യം ഇല്ലായ്മയാക്കപ്പെട്ടു കഴിഞ്ഞു. ഒരു മഹാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴത്തേക്കും നുണ അരനാഴിക മുമ്പേ പോയിരിക്കുന്നു. ആദ്യം പോകുന്നത് നുണയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേൾവിയിലോ അവിടെ ഇവിടെയും പറഞ്ഞത് കേട്ടത് കൊണ്ടൊന്നും ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു പോകരുത്. കാരണം അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയില്ലെങ്കിൽ ആ സത്യത്തെ അവിടെ തമസ്കരിച്ചു, ആ സത്യത്തെ കുഴിച്ചു മൂടി, പിന്നെ പോകുന്നതെല്ലാം എന്താ? അനീതിയാണ്. ആ അനീതിക്ക് കൂട്ടുനിന്നവർക്ക്, ആ അനീതിയിൽ പങ്കുചേർന്നവർക്ക്, ആ അനീതിയിൽ കേട്ട് നിന്നവർക്കൊന്നും കൃപ കിട്ടൂല. അതുകൊണ്ടായിരിക്കാം സെയിൻറ്റ് എഫ്രേമിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, വഞ്ചന കേൾക്കാതെ അടിയൻ്റെ കാതുകളെയും കാക്കണമേ. വഞ്ചന കേൾക്കാതെ അടിയൻ്റെ കാതുകളെ കാക്കണം. ഞാൻ വഞ്ചന പറയരുതെന്ന് മാത്രമല്ല, വഞ്ചന കേട്ടാൽ പറയുന്നവൻ്റെ വാക്കുചാതുര്യം കൊണ്ട് സത്യമായി എനിക്ക് തോന്നിയാൽ, ഞാൻ വിശ്വസിച്ചാൽ ഞാൻ അനീതിക്ക് കൂട്ടുനിന്നു. പറഞ്ഞവൻ്റെ വാക്ക് സാമർത്ഥ്യം കൊണ്ട് നുണ പറയാം, നുണയെ സത്യമായിട്ട് ബലിപ്പിക്കാം. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ജീവിതമാണ്. കണ്ടിടത്തിലും കേട്ടിടത്തിലൊന്നും ചെവി കൊണ്ടൊന്നും വെക്കരുത്. ആരിലാണ് പിശാച് പ്രവർത്തിക്കുന്നത് പറയാൻ പറ്റില്ല. പിശാച് ഒരു പാമ്പിലല്ലേ ഹവ്വയുടെ അടുത്ത് പ്രവർത്തിച്ചത്, അല്ലേ? യേശുവിൻ്റെ അടുത്ത് പ്രവർത്തിച്ചത് ഒരു യൂദാശ്ലീഹായിലൂടെയല്ലേ? ശ്ലീഹാസ്ഥാനം വഹിച്ചവനല്ലേ അവൻ? 12 ശിഷ്യന്മാരിൽ ഒരാളല്ലായിരുന്നോ? അവൻ്റെ ശ്ലീഹാസ്ഥാനം എവിടെ പോയി? എന്നിട്ട് അതുകൊണ്ട് സത്യത്തെ എന്ത് വില കൊടുത്തും നിലനിർത്താനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് ചെവിയൊന്നും കൊണ്ട് മറ്റുള്ളവരുടെ
വായൻ്റെ മുമ്പ് കൊണ്ടുവന്ന് വെക്കരുത്. എല്ലാവരും പറഞ്ഞൊന്നും വിശ്വസിക്കരുത്. ചതിയാണ്, ചതി, കൊടും വഞ്ചന. പലപ്പോഴും സത്യം പിന്നെ അറിയുന്നു. സത്യം അറിഞ്ഞു വരുമ്പോഴത്തേക്കും എല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ സത്യം പ്രവർത്തിക്കുന്നവർ ഒരിക്കലും നശിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് കേൾക്കാം. ഇപ്പം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏതെങ്കിലും വിധത്തിലുള്ള അസത്യങ്ങൾ ജീവിതത്തിൽ സത്യമായി സൂക്ഷിക്കാനിടയായിട്ടുണ്ടോ? അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളെന്ന് വിചാരിച്ചുകൊണ്ട് നുണ പറഞ്ഞ് രക്ഷ നേടി എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടോ? സ്വർഗം കാണുന്നു, സ്വർഗം അതെല്ലാം പരിശോധിക്കുന്നു, സ്വർഗം അതെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തെ